ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് നമ്മൾ 250 ml വെള്ളത്തിലിട്ടിട്ട് അത് 150 ml വെള്ളമാകുന്നത് വരെ ഒന്ന് തിളപ്പിക്കുക. ഈ സമയം കൊണ്ട് അതിൽ നിന്നുള്ള കൊഴുപ്പൊക്കെ വെള്ളത്തിലേക്ക് ചേർന്നിട്ടുണ്ടാകും. ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് സൂപ്പർ ഫുഡാണ്. അതിൽ omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളമുണ്ട്. കൂടാതെ സോല്യൂബിളും ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഫൈബർ ഇതിൽ ധാരാളമുണ്ട്. ഫ്ലാക്സ് സീഡ് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതോട് കൂടിയിട്ട് നമുക്ക് കിട്ടുന്ന ചില ബെനിഫിറ്റ്സ് ഒന്ന് നോക്കാം. പ്രധാനമായിട്ടും ഇതിൽ ഫൈബേഴ്സ് അധികം ഉള്ളതുകൊണ്ട് ഇത് ഡൈജഷനെ നല്ല രീതിയിൽ സഹായിക്കും. കൂടാതെ LDL അതായത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. കൂടാതെ വെയ്റ്റ് മാനേജ്മെൻറ്റിന് സഹായിക്കും. ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യും. എടുത്തു പറയേണ്ട ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. സ്കിന്നിന് ഹൈഡ്രേഷൻ എഫക്റ്റ് കൊടുക്കും. നമ്മുടെ ഹെയറും നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവാനും ഇത് സഹായിക്കും. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അത് കുതിർന്നിട്ടുണ്ടാകും. വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് ഇത് നല്ല ചീർത്തിട്ട് വന്നിട്ടുണ്ടാകും. ചിയാ സീഡും ഫ്ലാക്സ് സീഡ് പോലെ ഒരു സൂപ്പർ ഫുഡാണ്. കുറേ ബെനിഫിറ്റ്സ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. ഇതിലും ധാരാളം ഫൈബേഴ്സ് ഉണ്ട്. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ, അതേപോലെ omega-3 ഫാറ്റി ആസിഡ്സ്, ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉണ്ട്. ഇത് വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ഹാർട്ടിന് ഹെൽത്തിന് നല്ലതാണ്. ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫുഡാണ് ചിയാ സീഡ്. ചിയാ സീഡ് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും അത് പ്ലെയിനായിട്ട് നമ്മൾ കഴിക്കരുത്. എപ്പോഴും നമ്മൾ കുതിർത്തിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പ്ലെയിനായിട്ട് കഴിക്കുമ്പോൾ കുറേ അധികം ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് വേണം കഴിക്കുവാൻ. ഇനി നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഡ്രിങ്ക് എന്ന് വെച്ചാൽ ഈ ഫ്ലാക്സ് സീഡിൻ്റെയും ചിയാ സീഡിൻ്റെയും ഒരു മിക്സ്ചറാണ്. ഈ ഫ്ലാക്സ് സീഡ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് തണുത്തതിന് ശേഷം അതിലേക്ക് ചിയാ സീഡ് ആഡ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുൻപേ ആയിട്ട് കുടിക്കുക. അപ്പം നമ്മുടെ രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഗട്ട് ക്ലീൻ ആയിട്ട് വരും. ഈ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾ 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിലേക്ക് നാരങ്ങ സ്ക്യൂസ് ചെയ്തിട്ട് കുറച്ച് പിങ്ക് സോൾട്ട് ഇട്ട് കുടിക്കാം. അല്ലെങ്കിൽ വെറുങ്ങനെ കുടിച്ചാലും നല്ലതാണ്.